ഹലോ എക്സാമിനർ ഫാമിലി മക്കളെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോകുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുള്ളതും പെട്ടെന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ CBSE മക്കളാണ് കാണുന്നതെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ SSLC മക്കളാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉപകാരപ്പെടുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കാണുന്ന മാർക്ക് എളുപ്പത്തിൽ മേടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഭാഗമാണ് മാപ്പ് അല്ലേ. മാപ്പ് അഥവാ ഭൂപടത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് സിലബസ് ആണ് കാണുന്നതെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള CBSE മക്കളാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് സാർ ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് കണ്ടുവരുന്ന നിങ്ങൾക്ക് തൊട്ട് മുന്നിലുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടുവരുന്ന കുറേ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഹരി സാർ നിങ്ങൾക്ക് ഇത് ചെയ്ത് തരുമ്പോൾ നിങ്ങളിത് അവസാന മൊമെന്റ് വരെ നിങ്ങൾ കണ്ടു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി നിങ്ങൾക്ക് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും തെറ്റിപ്പോകാൻ പോകുന്നില്ല. അപ്പോൾ ഇതാ കംപ്ലീറ്റ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാംസിന് വേണ്ടിയിട്ട് സാറോട് വെച്ചിട്ടുണ്ട്. ഓരോന്നും ഏതൊക്കെ ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് വരും എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് സാർ നിങ്ങളോട് പറയാണ് ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാംസിന് ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് പഠിക്കുക. കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. സാർ വേണമെങ്കിൽ ഒരു ഡിസ്ക്ലൈമർ തന്നേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2x 1.75 ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാം. വീഡിയോ കുറച്ച് സ്ലോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും സാർ എടുത്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സാർ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് മക്കളെ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഒരു ഏകദേശ ധാരണ ഉണ്ടാവണം അല്ലേ. നമ്മൾ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിപ്പോൾ എൻ്റെ മക്കൾ അത്യാവശ്യം ഇപ്പോൾ ലെവലായിട്ടുണ്ട്. എനിവേ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ പറഞ്ഞ ഓരോ സംസ്ഥാനങ്ങളുടെയും പേരുകൾ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് സാറിന് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് നിങ്ങളോട് സംസാരിച്ച രീതിയിലൊക്കെ മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നമ്മുടെ രാജ്യം, ഈ പറഞ്ഞ ലഡാക്ക്, ജമ്മു, ഹിമാചൽ, പഞ്ചാബ് തുടങ്ങി മുകളിൽ നിന്ന് താഴേക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള നിങ്ങളോട് ഒരു ഇന്ത്യയുടെ ഭൂപടം തന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യണം, ഇതിൽ നിന്ന് ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങളോട് ചോദിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആവർത്തിച്ച് കണ്ടിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കണം ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അത് അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഇനി മുന്നോട്ടുള്ള വീഡിയോ കാണുമ്പോഴേക്ക്. ഓക്കെ, അറിയാത്തവർ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങൾ എവിടേക്കാണ് നിൽക്കുന്നത് ഒരു ഐഡിയ കിട്ടും. ഇനി അഥവാ കിട്ടിയില്ല വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 10-30 പേജസോളം സാറോട് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ അവസാന പേജ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും 100% സാറിന് ഷുവറാണ്. ഓക്കെ, നിങ്ങൾ മനപ്പാടാക്കിയിരിക്കും. ഓക്കെ, നിങ്ങൾ തന്നെ പഠിച്ചിരിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മളിത് കാണാൻ പോവാണ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ CBSE ഫാമിലി ആയിക്കോട്ടെ, നമ്മൾ SSLC ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് സാറോട് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ INC സെഷൻസ് ഉണ്ട്, നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻസ് ഉണ്ട്. അത് എവിടെയൊക്കെയാണ് നടന്നിട്ടുള്ളതാണ്. ആദ്യത്തെ നോക്കി കൽക്കട്ട, നാഗ്പൂർ, മദ്രാസ് തുടങ്ങിയിട്ടുള്ളതാണ് ആദ്യത്തെ സെഷൻസിൻ്റെ പേര് വെച്ചിട്ടുള്ളത്. അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ഒന്നാമത് നമുക്ക് ഈസി വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ, ഇനി സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ആണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ കാര്യമാണെങ്കിൽ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള CBSE ചാപ്റ്ററിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ്, ഗേദ, ജാലിയൻവാലാബാഗ്, ദണ്ഡി മാർച്ചൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മക്കളെ നിങ്ങൾ കിടിലമാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സാറ് വെക്കുന്നുണ്ട്. A മീൻസ് കൽക്കട്ടയാണ് അല്ലേ. 1920 INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ കൽക്കട്ട എവിടെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. എവിടെയായിരിക്കും നോർമലി നമുക്ക് കാണാൻ പറ്റിയതാ ഈ ഭാഗത്തായിട്ടായിരിക്കും. ഇതാണ് വെസ്റ്റ് ബംഗാൾ അല്ലേ. വെസ്റ്റ് ബംഗാളിലാണ് എന്തുള്ളത്, കൊൽക്കത്ത ഉള്ളത്. സ്വാഭാവികമായിട്ട് ഇതാ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കൊൽക്കത്ത കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം, A എന്ന് എഴുതി വെക്കാം. ഓക്കെ, റെഡിയാണ്. A അല്ലേ ക്വസ്റ്റ്യൻ. ഇതാ A ആണ്. കൽക്കട്ട 1920 ആ സമ്മേളനം നടക്കുന്നത്. സാർ ഇവിടെ A എന്ന് എഴുതി വെച്ചു. ഓക്കെ, റെഡി. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. നാഗ്പൂർ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ മഹാരാഷ്ട്രയിലാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക, നാഗ്പൂർ കാണാൻ പറ്റുക അല്ലേ. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് മുംബൈ കാണാൻ പറ്റും, നാഗ്പൂർ കാണാൻ പറ്റും. ഇക്കത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഓർത്ത് വെക്കുക. ഇതെവിടെയാണ് നമ്മുടെ മഹാരാഷ്ട്ര കാണാൻ
പറ്റുക? ഇത് നമ്മുടെ കേരളമാണ്, തമിഴ്നാടാണ്, കർണാടകയാണ്, ഗോവയാണ്. തൊട്ട് മുകളിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് മഹാരാഷ്ട്ര കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് ഇടുക. നാഗ്പൂർ ബി ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബി എന്ന് ഇവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, ഫൈൻ, റെഡി. ഇനി നമ്മൾ മദ്രാസ് ആണ്. മദ്രാസ് ഓഫ് കോഴ്സ് ചെന്നൈയുടെ പഴയ പേരാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മദ്രാസ് നമുക്ക് തമിഴ്നാട് അല്ലേ? തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് തൊട്ട് അയൽവക്കമാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം? സി കൊടുക്കാം അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇനിയാണ് നമ്മുടെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിലേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യം അലിച്ചു വെക്കാം മക്കളെ. അവിടെ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ് നിങ്ങൾ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് കാണുന്നുണ്ടോ? അങ്ങനെ കുറെ സ്ട്രഗിൾസ് കാണുന്നുണ്ടോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ആദ്യകാല സമരങ്ങൾ. ഓക്കെ, ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ചമ്പാരൻ എന്ന് പറഞ്ഞ സാധനം. ചമ്പാരൻ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ചമ്പാരൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബീഹാറിലാണ് ഉള്ളത്. എന്താണ്? ബീഹാറിലാണുള്ളത്. ഇനി സാർ എവിടെയാണ് ഈ ബീഹാർ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മക്കൾ, ഇതാ ഇവിടെ എന്തുണ്ട്? ഉത്തർപ്രദേശും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഉത്തർപ്രദേശ് ഉണ്ട്. നമുക്ക് വേണ്ടത് ബീഹാർ ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ബീഹാർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുക. ഏതാണ് ക്വസ്റ്റ്യൻ്റെ സാധനം വരുന്നത്? ഡി ആണ് വരുന്നത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡി എന്ന് മാർക്ക് ചെയ്യാം. അതായത് ചമ്പാരൻ 1970 ഗാന്ധിജി ആദ്യമായിട്ട് ഇൻഡിഗോ റവല്യൂഷൻ ഒക്കെ നടത്തിയ അല്ലെ, നീലം കർഷകർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സമരമാണ് ചമ്പാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ചമ്പാരൻ ബീഹാറിലാണ്. നമുക്കത് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് അഹമ്മദാബാദ് അല്ലെ? രണ്ടാമത്തെ സ്ട്രഗിൾ ആണ് ഗാന്ധിയുടെ. ഓക്കെ, ഗാന്ധിയുടെ രണ്ടാമത്തെ സ്ട്രഗിൾ ആണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് പേര് കേട്ടോ നിങ്ങൾ അപ്പോഴും ഉറപ്പിച്ചോ? ഗുജറാത്തിലാണ് അല്ലേ? അതെവിടെയാ ഗുജറാത്ത് വരിക? സാറ് എല്ലാവർക്കും ഗുജറാത്ത് അറിയായിരിക്കും. ഈ കാണുന്ന സിംഹത്തിന്റെ തല പോലത്തെ ഒരു സാധനം. ഓക്കെ, ഇവിടെ എന്താണ്? ഗുജറാത്ത് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അഹമ്മദാബാദ് എന്ന് എഴുതി വെക്കാം. ഓക്കെ, ABCDE ആണ് അല്ലേ? ഇ ആണ്. അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഗേദ. ഗേദ എവിടെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഗുജറാത്തിലാണ് കാണാൻ പറ്റുക. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യാം? ഗേദ എന്ന് എഴുതാം. ABCDEF. ഓക്കെ, റെഡി. അപ്പോൾ ഇത് രണ്ടും, ഈ അഹമ്മദാബാദും ഗേദയും ഗുജറാത്തിലാണെന്ന് ആലോചിച്ച് വെക്കുക. റെഡി, സെറ്റാണ്. അതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒന്നാണ് മക്കൾ ഈ പറഞ്ഞിട്ടുള്ള ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ജാലിയൻ വാലാബാഗ് നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ 1919 റൗലറ്റ് നിയമം അല്ലെ, റൗലറ്റ് ആക്ടിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ജാലിയൻ വാലാബാഗിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റി ആലോചിക്കുക. ഡോക്ടർ സത്യപാലൻ കിച്ചുലുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഫലമായിട്ട് ആളുകൾ തടിച്ചുകൂടിയപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടായിരുന്നു? അറസ്റ്റ് ചെയ്തിട്ട് അവർക്കെതിരെ ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ ഫയർ ഒക്കെ ചെയ്തിട്ട്, ജനറൽ ഡയർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവമാണ് അല്ലേ? ഒരുപാട് ആളുകൾ മരണപ്പെട്ട സംഭവമാണ് ജാലിയൻ വാലാബാഗ്. അത് എവിടെയാണ്? അമൃത്സറിലാണ് സംഭവിച്ചിട്ടുള്ളത്. എവിടെയാണ്? അമൃത്സറിലാണ്. അമൃത്സർ എവിടെയായിട്ടാ? സ്വാഭാവികമായിട്ട് നമുക്കറിയാം മക്കളെ, അത് പഞ്ചാബിലാണ് അല്ലേ? അമൃത്സർ. അപ്പോൾ പഞ്ചാബ് എവിടെയാണ് സാർ? ഇതാ ഏറ്റവും മുകളിലെ ജമ്മു കാശ്മീരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ടായിട്ട് കാണാൻ പറ്റും. ഇതാണ് പഞ്ചാബ്, ഇത് ഹരിയാന കേട്ടോ. തൊട്ട് താഴെയുള്ളത് ഹരിയാനയാണ്. നമുക്ക് വേണ്ടത് പഞ്ചാബാണ്. അപ്പോൾ EFG. ഓക്കെ, ജി എന്ന് സാർ ഇവിടെ എഴുതുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കിയോ? അപ്പോൾ ജാലിയൻ വാലാബാഗ് നടന്നത് പഞ്ചാബിലാണ്, അമൃത്സറിലാണ്. നമുക്ക് പഞ്ചാബിൽ അത് അടയാളപ്പെടുത്തി വെക്കാം. ജി. ഇനി ദണ്ഡി മാർച്ച്. ദണ്ഡി എവിടെയാണ്? ഓഫ് കോഴ്സ് അത് ഗുജറാത്തിലാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഗുജറാത്തിന്റെ ഓഫ് ഷോർ ആണ്. അപ്പോൾ തീരപ്രദേശങ്ങളാണ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഏറ്റവും താഴെ ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം? കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്താണ്? GH അല്ലേ? H. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ കണ്ടില്ല സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിലെ INCയിലെ കാര്യങ്ങൾ. കൽക്കട്ട വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ, എവിടെയൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാൽ മതി. സാർ ഇപ്പോഴും പറയാണ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി. ഇനി നമ്മൾ ഓരോന്ന് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചോളൂ കേട്ടോ. സാറിൻ്റെ വിശ്വാസമാണത്. കൽക്കട്ട, മദ്രാസ്, ഈ പറഞ്ഞുള്ള നാഗ്പൂർ, ചമ്പാരൻ, അഹമ്മദാബാദ്, ഗേദ, ജാലിയൻ വാലാബാഗ്, ദണ്ഡി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാർ അതോടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഇത് നോക്കിയിട്ട് പോകാം കേട്ടോ. എവിടേക്കാണ് ഈ സാധനങ്ങൾ ഉള്ളത്, എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. ജോഗ്രഫിയിൽ ഒരു ടോപ്പിക്കാണ് അല്ലേ? ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം? ജോഗ്രഫി സെറ്റായിട്ട് നോക്കാം. നോർത്തേൺ മൗണ്ടൻ റീജസ് അഥവാ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മലനിരകൾ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ട്രാൻസ് ഹിമാലയസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ഹിമാലയസ് ആയിക്കോട്ടെ, ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ മലനിരകളായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കി പഠിക്കുക കേട്ടോ. സോ മക്കളെ, ഇനി ജോഗ്രഫിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്, ഹിമാലയാസ് ഉണ്ട്, ഈസ്റ്റേൺ ഹിൽസ് ഉണ്ട്. നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട എത്ര കാര്യമുള്ളൂ. ഈ ട്രാൻസ് ഹിമാലയ എവിടെയാണ്? ഈ പറഞ്ഞിട്ടുള്ള ഹിമാലയസ് എവിടെയാണ്? ഈ പറഞ്ഞിട്ടുള്ള ഈസ്റ്റേൺ ഹിൽസ് എവിടെയാണെന്ന് ആദ്യം തിരിച്ചറിയണം. ഇത്രയുള്ള മക്കളെ നമ്മളിതാ ഇവിടെ കാണിക്കുകയാണ്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ജമ്മു കാശ്മീരിൻ്റെ ഈ ലെവലിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു 3 എണ്ണം വരച്ച് വെച്ചാൽ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ച് വെച്ചാൽ ഈ 3 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ് ഹിമാലയസ് എന്ന് പറയുന്നത്. സാർ ഇത്രയേ ഉള്ളായിരുന്നോ? ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിത് 3 വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് ഈ മലനിരകൾ എന്നുള്ളൊരു ഐഡിയ ഉണ്ട് എന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലായാൽ മതി. സ്വാഭാവികമായിട്ട് ജമ്മു കാശ്മീരിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ പറഞ്ഞിട്ടുള്ള പഞ്ചാബ്, ഹരിയാന ആ ഒരു ബോർഡറിലോട്ട് തട്ടുന്ന ആ 3 മലനിരകളെ നമ്മൾ വിളിക്കും ട്രാൻസ് ഹിമാലയാസ്. എന്താണ്? ട്രാൻസ് ഹിമാലയാസ് വിളിക്കും. അതിന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതി വെക്കാം? കാരക്കോറം അല്ലേ? കാരക്കോറം, ലഡാക്ക്,
സസ്കർ. ഇത് മൂന്നെണ്ണമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഈ പറഞ്ഞിട്ടുള്ള 3 മലനിരകളായിട്ട് ട്രാൻസ് ഹിമാലയത്തിന്റെ കേസിൽ കാണാൻ പറ്റുക. എന്താണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് 3 ട്രാൻസ് ഹിമാലയത്തിൽ കാണാൻ പറ്റുക. ഇനി സാർ ഹിമാലയത്തിന്റെ കേസ് വന്നതിൽ എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വരച്ച് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 3 പാരലായിട്ടുള്ള 3 മലനിരകൾ നിങ്ങളിങ്ങനെ വരച്ചാൽ മക്കളെ, ഈ 3 അറിയപ്പെടുന്നത് ഹിമാലയൻ മലനിരകൾ എന്നാണ്. എന്താണ്? ഹിമാലയൻ മലനിരകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് എന്ന് അറിയപ്പെടും. ഏതൊക്കെയാണത്? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ള 3 ആ 3. അതിന്റെ പേരടക്കം സാറോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞിട്ടുള്ള 3 സാധനങ്ങളാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം, ട്രാൻസ് ഹിമാലയാസ് ഏറ്റവും മുകളിലാണ്, അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് കാണാൻ പറ്റും. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നുള്ളത് നിങ്ങൾക്ക് പല മാപ്പിൽ പല രീതികളിലായിരിക്കും കാണാൻ പറ്റുക. ഇവർ ഒരുമിച്ച് വന്ന മാപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് പാരലായിട്ട് വന്ന മാപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ഇത്രേ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആ മലനിരകൾ എവിടെയാണ്, ആ പ്ലേസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ ആ വ്യക്തി, ആ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ഫൈൻ. അത്രയും നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് കേട്ടോ. ഓക്കെ, ഹിമാചൽ, ഹിമാദ്രി, ശിവാലിക് എന്ന് പറഞ്ഞ 3. ഇനി ഈസ്റ്റേൺ ഹിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ, തൊട്ട് മുന്നേ നമ്മൾ കണ്ടു അവസാനമായിട്ട് ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാചൽ, കിഴക്കൻ മലനിരകൾ പേര് തന്നെ ഉണ്ട്, കിഴക്കാണ് അല്ലേ. സ്വാഭാവികമായിട്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇത് എന്ത് കാണാൻ പറ്റും, കിഴക്കൻ മലനിരകൾ കാണാൻ പറ്റും. മീസോ ഹിൽസ് പോലുള്ള, ഈ പറഞ്ഞിട്ടുള്ള നാഗ ഹിൽസ് പോലുള്ള, പട്കായി ബം പോലുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഭാഗത്ത് എവിടെയെങ്കിലേക്ക് അടയാളപ്പെടുത്തിയാൽ മതി. ഈ പട്കായി ബം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടേക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ, കിഴക്കൻ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അടിപൊളി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മക്കളെ മീസോ ഹിൽസ്, മിസോറാം ഒക്കെ ഈ ഭാഗത്തായിട്ട് നമുക്ക് മീസോ ഹിൽസ് കാണാൻ പറ്റും. നാഗ ഹിൽസ്, നാഗാലാൻഡിന്റെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ മലനിരകൾ, ഈ പൂർവാചലിലുള്ള മലനിരകൾ നിങ്ങൾ പൂർവ്വ ഭാഗത്തായിട്ട്, ഈ പറഞ്ഞ കിഴക്ക് ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്, വേറെ ഒന്നും തെറ്റിപ്പോകാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന്റെ കാര്യത്തിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് സാർ എക്സ്ട്രാ വേണമെങ്കിൽ പറഞ്ഞു തരാം. എന്താ ഇവിടെ കണ്ടോ, ഈ പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ എന്ത് പറയും, പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ട് എന്നാണ് വിളിക്കുക. ഈ പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റേൺ ഘട്ട്, ഈ ഭാഗത്തുള്ളത് ഈസ്റ്റേൺ ഘട്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് വെക്കുക കേട്ടോ. ഏതൊക്കെ മലനിരകൾ ഉണ്ട് താഴെ, നമ്മൾ സദേൺ ഭാഗത്തുള്ള മലനിരകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമ മലനിരകളുണ്ട്, പശ്ചിമഘട്ടമുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കിഴക്കൻ മലനിരകളായിട്ടുള്ള ഈസ്റ്റേൺ ഘട്ടും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തും ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ് ഹിമാലയത്തിന്റെ കേസിലും ഈ പറഞ്ഞ ഹിമാലയത്തിന്റെ കേസിലും ഈസ്റ്റേൺ ഹിൽസിന്റെ കേസിലൊക്കെ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത്. ഓക്കെ, മലനിരകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതേ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, എക്സ്ട്രീം ലെവലിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുള്ളൂ. ഓക്കെ, ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓറഞ്ച് നിറത്തിൽ കാണുന്നത് ട്രാൻസ് ഹിമാലയാസ് ആലോചിച്ച് വെക്കുക, റെഡ് നിറത്തിൽ കാണുന്നത് നമ്മളെ ഹിമാലയാസ് എന്ന് ആലോചിച്ച് വെക്കുക. ഈ പറഞ്ഞിട്ടുള്ളൊരു വയലറ്റ് നിറത്തിൽ കാണുന്നത് നിങ്ങൾ പൂർവാചൽ അഥവാ ഈസ്റ്റേൺ ഹിൽസിലെ മലനിരകളാണ് എന്നാലോചിച്ച് വെക്കുക. ജസ്റ്റ് പേരെങ്കിലും ആലോചിച്ച് വെക്കുക കേട്ടോ. മീസോ ഹിൽസ്, നാഗ ഹിൽസ്, പട്കായി ബം, ഗാസി, ഗാരോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ ഫൈൻ, ആ ഭാഗത്ത് നിങ്ങൾ എവിടെ അടയാളപ്പെടുത്തിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ റെഡി. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്ന സോയിൽ ടൈപ്സ് ഉണ്ട് അല്ലേ, മണ്ണിനങ്ങളുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ SSLCയുടെ കേസിൽ വരികയാണെങ്കിൽ നമുക്കറിയാം റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുന്നുണ്ട് സോയിൽ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മിനറൽസിൽ കാണാൻ പറ്റും. CBSE പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, സോയിൽ ടൈപ്സ്. റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റിൽ കാണാൻ പറ്റും സോയിൽ ടൈപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഗ്രികൾച്ചർ പോയി കഴിഞ്ഞാൽ അവിടെ സോയിൽ ടൈപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള സോയിൽ ടൈപ്പ് എന്തൊക്കെയാണെന്നുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാപ്പായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. യെസ്, അപ്പോൾ നോക്കാം നമുക്ക്. സോ നമുക്ക് നോക്കാം അല്ലെ ഏതാണെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ മക്കളെ. ഒന്നാമത്തത് അലൂവിയൽ സോയിലാണ്. എന്താണ് അലൂവിയൽ സോയിലാണെന്ന് പറഞ്ഞു വെക്കേണ്ട. അലൂവിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫലഭൂഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണ് എന്നാണ് മലയാളത്തിൽ പറയുക. എന്താണ് എക്കൽ മണ്ണ് എന്നാണ് മലയാളത്തിൽ പറയുക. സ്വാഭാവികമായിട്ട് എക്കൽ മണ്ണ് എവിടെ കിട്ടുക, നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് ഓടി വരണം. റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഏത് റിവേഴ്സാ, ഹിമാലയൻ റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഡെൽറ്റകൾ ഉണ്ട് അല്ലേ. ആ ഡെൽറ്റകളിലായിരിക്കും എന്ത് കൂടുതൽ കാണാൻ പറ്റുക, നമുക്ക് എക്കൽ മണ്ണിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് കാണാൻ പറ്റുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഓടി പറഞ്ഞ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് എവിടെയുള്ളത്, ഈ ഭാഗത്തായിട്ട് നമുക്ക് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് കാണാൻ പറ്റും. അപ്പോൾ അവർ സൃഷ്ടിക്കുന്ന എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ്, ഈ ഡെപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഇതാ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണിന്റെ ഡിപ്പോസിറ്റ് കാണാൻ പറ്റുക. ഓക്കെ സാർ, ഇവിടെ ഇടുകയാണ് അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ് കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിലായിരിക്കും കാണാൻ പറ്റുക. റെഡ് കളറിൽ സാറ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ബ്ലാക്ക് സോയിലാണ്. ബ്ലാക്ക് സോയിൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഗുജറാത്ത് ഈ ഏരിയകളിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, സാർ ഇവിടെ ഷെയ്ഡ് ചെയ്യാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക, ബ്ലാക്ക് സോയിലിൻ്റെ
അളവ് കാണാൻ പറ്റുക. ഈ ഗുജറാത്ത്, ഈ മഹാരാഷ്ട്രയുടെ ഈ ഭാഗങ്ങളിലായിട്ടാണ് കാണാൻ പറ്റും. കാരണം എന്താണ്, നമുക്കറിയാം മുംബൈ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. സ്വാഭാവികമായിട്ട് മുംബൈ കോട്ടണോപോളിസ് അറിയപ്പെടാൻ കാരണം ബ്ലാക്ക് സോയിൽ എന്നറിയപ്പെടുന്നത് ഓഫ് കോഴ്സ് ഈ പറഞ്ഞിട്ടുള്ള കോട്ടന് വേണ്ടിയിട്ട്, കോട്ടൺ കൃഷിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽ. അതുകൊണ്ട് തന്നെ ഇതിന് കോട്ടൺ സോയിൽ എന്നും കൂടെ പേരുണ്ട് അല്ലേ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ബ്ലാക്ക് സോയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ഗുജറാത്ത്, ഈ പറഞ്ഞിട്ടുള്ള മുംബൈ, ഈ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണാൻ പറ്റുക, നമുക്ക് സ്വാഭാവികമായിട്ട് ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുക. സാർ ഇവിടെ ഇതാ ബി എന്നിടാം. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുന്ന ഗുജറാത്ത്, ഈ പറഞ്ഞ മുംബൈ, മഹാരാഷ്ട്ര ഏരിയകളിലായിരിക്കും കാണാൻ പറ്റുക. നമ്മൾ പഠിച്ച കാര്യം വെച്ച് നമ്മൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് റെഡ് ആൻഡ് യെല്ലോ സോയിൽ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുക, റെഡ് ആൻഡ് യെല്ലോ സോയിൽ ഈ പറഞ്ഞിട്ടുള്ള സദേൺ ഇന്ത്യയിൽ ഈ ഭാഗങ്ങളിലായിട്ടായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും റെഡ് ആൻഡ് യെല്ലോ സോയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. കാരണം അയണിൻ്റെ അംശം കൂടുതലുള്ള ഏരിയകളാണ് ഈ ഭാഗങ്ങൾ. സോ ഇവിടെ അയണിൻ്റെ സെഡിമെൻറ്റേഷനും കാര്യങ്ങളും കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റെഡ് ആൻഡ് യെല്ലോ കളറുള്ള സോയിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. അപ്പോൾ സാർ ഇവിടെ എഴുതി വെക്കുകയാണ് ABC എന്ന് എഴുതി വെക്കുകയാണ്. അതായത് അയണിൻ്റെ അംശം ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഡ് ആൻഡ് യെല്ലോ സോയിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഓക്കെ, അയണിൻ്റെ അംശം, ഈ പറഞ്ഞ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുക. വെൻ ഇറ്റ് കംസ് ടു ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണിൻ്റെ കാര്യം വരുമ്പോൾ കോമഡിയാണ്. എന്താ സാർ കോമഡി പറയാൻ കാരണം, നമ്മൾ കേരളമാണ്, കേരള കോമഡി ആയിട്ടെന്നല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമായിട്ടുള്ള കേരളത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ലാറ്ററൈറ്റ് മണ്ണ് കാണാൻ പറ്റും. കാരണം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റെയിൻഫോൾ എന്തിന് കാരണമാവുന്നുണ്ട്, ലാറ്ററൈറ്റ് മണ്ണ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും അതേപോലെ തന്നെ അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിൽ എവിടെയാണ്, മേഘാലയയിൽ ചിറാപൂഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗങ്ങൾ രണ്ടും നമുക്ക് അടയാളപ്പെടുത്താം. സ്വാഭാവികമായിട്ടും ആ നാച്ചുറലി നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണുണ്ടെങ്കിൽ കേരളവും അതേപോലെ തന്നെ ഈ മേഘാലയ ഈ പ്രദേശങ്ങളിലുമാണ് എന്ത് കാണാൻ പറ്റുക, ലാറ്ററൈറ്റ് സോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. ഇനി കേരളം തന്നെ അടയാളപ്പെടുത്താം നമുക്ക്. ഈ ABCD ആണ്. കാരണം കേരളത്തിലാണ് എന്തുള്ളത്, റബ്ബർ കൃഷി ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കേരളം തന്നെ എഴുതി വെക്കുക. ഇനി നിങ്ങൾക്ക് മേഘാലയം കൂടെ അടയാളപ്പെടുത്താം. ഓക്കെ, ഫൈൻ, റെഡി. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സാറ് തമാശ എന്ന് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. കാരണം ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിലാണ് കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്, മേഘാലയയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിൽ എക്സ്റ്റെൻസീവ് റെയിൻഫോൾ കാരണം ലാറ്ററൈറ്റ് മണ്ണ് ഉണ്ടായി വരുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കിയാൽ അറൈഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഡ് സോയിൽ എന്ന് പറഞ്ഞു. എന്താ അറൈഡിൻ്റെ പ്രത്യേകത, സളിനിറ്റി കൂടുതലായിരിക്കും അല്ലേ. എന്താണ് സളിനിറ്റി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവിടെ എന്താണ്, മഴ കിട്ടാത്ത ലോ റെയിൻഫോളും അതേപോലെ തന്നെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ടെമ്പറേച്ചറൊക്കെ കൂടുതലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എവിടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഇന്ത്യയിലുള്ളത്, താർ മരുഭൂമി രാജസ്ഥാൻ്റെ പ്രദേശങ്ങളിലാണ് അല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് കാണാൻ പറ്റുക, ചൂട് കാണാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വരച്ച് വെക്കുമ്പോൾ മനസ്സിലാക്കി തന്നെ വെക്കുക. ഈ പ്രദേശങ്ങളിൽ രാജസ്ഥാൻ്റെ ഈ പ്രദേശങ്ങളിലായിരിക്കും നമുക്ക് അറിഡ് സോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. ABCDE. കാരണം അവിടെ സളിനിറ്റി ഏറ്റവും കൂടുതലുണ്ടാവും, മഴ കുറവാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്. അവിടെ അറിഡ് സോയിൽ, വരണ്ട മണ്ണിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ രാജസ്ഥാൻ മരുഭൂമികളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അറിഡ് സോയിൽ കാണാൻ പറ്റും എന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ ABCDE എന്ന് നിങ്ങൾ ആലോചിച്ചു. ഇനി നെക്സ്റ്റ് ആണ് ലാസ്റ്റത്തെ ഫോറസ്റ്റ് സോയിൽ. ഫോറസ്റ്റ് സോയിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഫോറസ്റ്റ് എവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ മൗണ്ടൻ റേഞ്ചസിൽ കാണാൻ പറ്റും. പർവ്വത പ്രദേശങ്ങളിൽ, ഹിമാലയ പർവ്വതങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫോറസ്റ്റ് സോയിൽ കാണാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള മൗണ്ടൻ സോയിൽ എന്ന് പറയും അല്ലേ. അതിന് നമ്മൾ ഈ ഭാഗങ്ങൾ എവിടെയാണ്, ഈ പറഞ്ഞ ഈ ഭാഗങ്ങളാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, EF അല്ലേ, എന്ത് കാണാൻ പറ്റുക, എന്ത് മൗണ്ടൻ സോയിൽ അഥവാ ഫോറസ്റ്റ് സോയിൽ കാണാൻ പറ്റുക എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ അലൂവിയൽ സോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് കാരണം അലൂവിയൽ സോയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നത് ഹിമാലയൻ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദികളാണ്. ഈ പറഞ്ഞ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള നദികളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എക്കൽ മണ്ണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെയാണ് B എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്, ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് കോട്ടൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. കോട്ടൺ കൃഷി ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് മുംബൈ പോലുള്ള പ്രദേശങ്ങളാണ്. മുംബൈ, ഗുജറാത്ത് ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. സ്വാഭാവികമായിട്ടും മുംബൈനെ കോട്ടണോപോളിസ് എന്നുകൂടെ പേരുണ്ട്. അതുകൂടാതെ തന്നെ അപ്പോൾ നമുക്ക് ഓൾറെഡി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും ഉണ്ടാവുക, ഗുജറാത്ത്, ഈ പറഞ്ഞിട്ടുള്ള മുംബൈ പോലുള്ള പ്രദേശങ്ങൾ, മഹാരാഷ്ട്ര പോലുള്ള പ്രദേശങ്ങളാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് B നമ്മൾ ഈ പ്രദേശം നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇനി സീൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അയണിൻ്റെ അംശം ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റും. അയൺ സെഡിമെന്റ്സ് ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ കളർ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ആ മണ്ണിൻ്റെ കളർ മാറാൻ കാരണം അയണിൻ്റെ അംശം ഉള്ളതുകൊണ്ട്. അപ്പോൾ അയൺ ഉള്ളത് ഈ പറഞ്ഞ സദേൺ ഇന്ത്യയിൽ ഈ ഭാഗങ്ങളായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, അയണിൻ്റെ അംശം കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ റെഡ് ആൻഡ് യെല്ലോ കളറിൽ നമുക്ക് സോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രദേശങ്ങളിലാണ് അത് കാണാൻ പറ്റുക എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി ABCD വന്നു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. സ്വാഭാവികമായിട്ട് ലാറ്ററൈറ്റ് മണ്ണ് മഴ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ
സോയിലായിരിക്കും ഏറ്റവും നമുക്ക് കാണാൻ പറ്റുക. കേരളം പോലുള്ള മേഘാലയ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മഴ ഏറ്റവും കൂടുതലുള്ള പ്രദേശമായതിനാൽ തന്നെ നമുക്ക് ലാറ്ററൈറ്റ് സോയിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ മേഘാലയയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഉള്ളെങ്കിൽ പോലും കേരളത്തിലാണ് ലാറ്ററൈറ്റ് മണ്ണിന്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത്. കാരണം റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ്. ലാറ്ററൈറ്റ് മണ്ണിൽ മാത്രമേ റബ്ബർ കൃഷി നടക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തി വെക്കാം അവിടെ ഡി എന്നുള്ളത്. ഇനി ഈന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മക്കളെ, അരിഡ് സോയിലാണ് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള വരണ്ട മണ്ണിനെ നമ്മൾ അരിഡ് സോയിൽ എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ രാജസ്ഥാൻ ഈ ഭാഗങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ചൂടുണ്ട്, മഴ കുറവാണ് അവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ അവിടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഹൈ റൈസ് ആവുന്ന കുറേ സാഹചര്യങ്ങൾ ഉണ്ടാവും. താർ മരുഭൂമി പോലുള്ള മരുഭൂമിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ രാജസ്ഥാൻ്റെ ഈ പ്രദേശം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അരിഡ്. നമുക്ക് എന്തിൻ്റെയും ബേസിക് അറിയണം അല്ലേ, ബേസ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേഗം അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജസ്ഥാൻ എന്ന് പറയുന്ന ഈ ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അരിഡ് സോയിലിൻ്റെ ഭാഗം നമുക്ക് അടയാളപ്പെടുത്താം. ഇനി ലാസ്റ്റ് വൺ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ മൗണ്ടൻ സോയിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പർവ്വത പ്രദേശങ്ങളാണ്. അതെവിടെയാണ്, ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും മുകൾ ഭാഗത്ത്, ഇന്ത്യയിലെ ഏറ്റവും മുകൾ ഭാഗത്താണ്. ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, എഫ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ വരച്ച് വെച്ചാലും ആൻസർ എഫ് എന്ന് അവിടെ ഇട്ട് വെച്ചാൽ എൻ്റെ മക്കൾ ശരിയായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. കാരണം ഇത് ഫുള്ളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എത്ര ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഉറപ്പാണ്, സെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സോയിലിൻ്റെ ടൈപ്സിൽ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ ഇനി പോകെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റുകളും എവിടേക്കാണ് ഈ സാധനങ്ങൾ എന്നുള്ളത് കയറും. സാർ ചുമ്മാ എവിടെയാണെന്ന് അടയാളപ്പെടുത്തി പോവല്ലേ ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് നോളജും കൂടെ പറഞ്ഞു തരുന്നിട്ട് അത് നിങ്ങൾ കേട്ടിരിക്കണേ ശ്രമിക്കണം. ഓക്കെ, അത് പഠിക്കാൻ ശ്രമിക്കണം. എന്താണ്, എങ്ങനെയാണ് ആ പറഞ്ഞ സോയിൽ ടൈപ്പ് അവിടെ വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രദേശം അവിടെ വന്നതെന്നും കൂടെ സാർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പോകണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഡാംസുകൾ ഏതൊക്കെ. ഇപ്പോൾ CBSE കാര്യം വരികയാണെങ്കിൽ വാട്ടർ റിസോഴ്സസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. യെസ്, സോ മക്കളെ ഇമ്പോർട്ടൻറ്റ് ഡാംസിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമുകളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മൾട്ടി പർപ്പസ് ഡാമുകളുണ്ട് നമുക്ക് ഒരുപാട്. ഈ പറഞ്ഞ ഒരേ കാര്യത്തിനല്ലാണ്ട് വിവിധ തരത്തിലുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ഡാമുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലഡ് കൺട്രോളിനും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫിഷ് ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഡാമുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതികളിൽ ഡാമുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബക്രാനങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡാം. ആ ബക്രാനങ്കൽ എവിടെയാണ് കാണാൻ പറ്റുക, നമുക്ക് ഹിമാചൽ പ്രദേശിലാണ് കാണാൻ പറ്റുക. എവിടെ അത് ഹിമാചൽ പ്രദേശ്, നിങ്ങൾ ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹിമാചൽ പ്രദേശ് കാണാൻ പറ്റും. സാർ ഇവിടെ എ നേടുകയാണ് കേട്ടോ. ഓക്കെ, ഹിമാചൽ പ്രദേശാണ് നമ്മൾ ബക്രാനങ്കൽ അണക്കെട്ട് കാണാൻ പറ്റുക. ഇനി രണ്ടാമത്തത് ടെഹരി ഡാമാണ്. എന്താണ് ടെഹരി ഡാം എന്ന് പറഞ്ഞാൽ, ടെഹരി ഡാം നമുക്ക് ഈ പറഞ്ഞുള്ള ഉത്തരാഖണ്ഡിലാണ് കാണാൻ പറ്റുക. ഉത്തരാഖണ്ഡ് ഓർത്തും വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഹിമാചൽ പ്രദേശിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഉത്തരാഖണ്ഡും കാണാൻ പറ്റും. അപ്പോൾ എയും ബിയും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ബക്രാനങ്കൽ അണക്കെട്ട്, ടെഹരി ഡാം രണ്ടും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ മൂന്നാമത് നോക്കുന്നത് സർദാർ സരോവറാണ്. അത് ഗുജറാത്തിലാണുള്ളത്. എവിടെയാണുള്ളത്, സർദാർ സരോവർ നിങ്ങൾ ഓർക്കാം NBA എന്താണ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കറിൻ്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, NBA കാര്യങ്ങൾ ആലോചിക്കുക. സർദാർ സരോവർ പദ്ധതിക്കെതിരെയൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഇപ്പം NBAയും ഈ പറഞ്ഞ മേധാ പട്കറിനെ പോലുള്ള ആളുകളും. അപ്പോൾ സ്വാഭാവികമായിട്ടും സർദാർ സരോവർ പദ്ധതി എവിടെയുള്ളത്, ഗുജറാത്തിലാണ്. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഗുജറാത്തിൽ നിന്ന് അടയാളപ്പെടുത്താം ABC. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കേണ്ടത് ഹിരാക്കുഡാണ്. ഹിരാക്കുഡ് അണക്കെട്ട് ഒഡീഷയിലാണ് കാണാൻ പറ്റുക. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബക്രാനങ്കൽ ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ഹിരാക്കുഡ് ആയിക്കോട്ടെ, നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ. സാർ ഇപ്പോഴേ പറയാണ്, ഇവിടെ സാർ സ്റ്റാർ ഇട്ട് വെക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബക്രാനങ്കലും സർദാർ സരോവർ, ഹിരാക്കുഡ് മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കണം കേട്ടോ. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഹിരാക്കുഡ് എവിടെയാണ്, ഒഡീഷയിലാണ്. ഒഡീഷ എവിടെയാണ് സാറിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതാണ് ഒഡീഷ കേട്ടോ. ഒഡീഷയിൽ നമുക്ക് കാണാൻ പറ്റും ABCD ആണ് കേട്ടോ. ഓക്കെ, D. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹിരാക്കുഡ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തുംഗഭദ്രയുടെ കാര്യം വരികയാണെങ്കിൽ അത് കർണാടകയിലാണ്. ഓക്കെ, തുംഗഭദ്ര നദിയിലാണ് നമുക്ക് തുംഗഭദ്ര അണക്കെട്ട് കാണാൻ പറ്റുക. അപ്പോൾ തുംഗഭദ്ര എന്ന് പറയുന്നത് കർണാടകയിലാണ്. ഇവിടെ കേരളമുണ്ട്, തമിഴ്നാട് ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1, 2, 3, 4, 5 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ബക്രാനങ്കൽ ഹിമാചൽ പ്രദേശിലാണ്, ടെഹരി ഡാം ഉത്തരാഖണ്ഡിലാണ്, സർദാർ സരോവർ ഗുജറാത്തിലാണ്, ഹിരാക്കുഡ് ഒഡീഷയിലാണ്, തുംഗഭദ്ര കർണാടകയിലാണ്. ഈ പറഞ്ഞിട്ടുള്ള ബക്രാനങ്കലും ടെഹരിയും ഹിരാക്കുഡൊക്കെ സർദാർ സരോവറൊക്കെ മൾട്ടി പർപ്പസ് ഡാമുകളാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള, ഇപ്പോൾ ഒന്നല്ല അതിൻ്റെ പർപ്പസ് 2-3 തരം പർപ്പസ് ഒരേ ഡാമിൽ തന്നെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. നമ്മളതിനെ മൾട്ടി പർപ്പസ് ഡാമുകൾ എന്ന് വിളിക്കും കേട്ടോ.
ഓക്കെ റെഡി? അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതിൻ്റെ മാപ്പും കാര്യങ്ങളൊന്നും ജസ്റ്റ് എവിടെയാണെന്നും കൂടെ ഒന്ന് ആലോചിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എവിടെയാണ് ആ സ്റ്റേറ്റ്, എവിടെയാണ് ആ പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. ഓക്കെ റെഡി? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ്. എന്താണ് ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ക്രോപ്സ് പ്രൊഡക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ മക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നതായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ക്രോപ്സ് ഇല്ലേ, ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നതും ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മൾ മാപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റി റൈസ് ആൻഡ് വൈറ്റ് അല്ല വീറ്റ് ആട്ടോ, വീറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അരിയും അതുപോലെ ഗോതമ്പുണ്ട്. ഷുഗർ കെയിൻ അഥവാ ഈ പറഞ്ഞിട്ടുള്ള കരിമ്പുണ്ട്, അതുപോലെ തന്നെ ടീ ഉണ്ട്, കോഫി ഉണ്ട്, റബ്ബർ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ജൂട്ട് ഉണ്ട്. കോട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരുത്തി, ജൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചണം. ഓക്കെ റെഡി? അതിപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്, എവിടേക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സംസ്ഥാനം ഏതാണ്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള ക്വാളിറ്റി ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ നോക്കി പോകേണ്ട കാര്യങ്ങൾ. അതിൽ റൈസ് ആൻഡ് വീറ്റിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ആലോചിച്ച് വെച്ചോളൂ. ഈ പറഞ്ഞ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഇല്ലേ, ഈ ഭാഗങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ റൈസ് ആൻഡ് വീറ്റ് കാണാൻ പോകുന്നത്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള വീറ്റ് നിങ്ങൾ ഈ പഞ്ചാബ്, ഈ ഹരിയാന പോലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വീറ്റും റൈസൊക്കെ കാണാൻ പറ്റും. എങ്കിൽ പോലും നമ്മളിത് റൈസ് എടുക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുക, റൈസ് കാണാൻ പറ്റുക. സാർ വേണമെങ്കിൽ വീറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, വീറ്റ് എന്ന് സാർ സെപ്പറേറ്റ് എഴുതി വെക്കാം. ഓക്കെ, രണ്ടും ഒരുമിച്ച് കൊടുത്തുകൊണ്ട് പറയുകയാണ്. ഈ പഞ്ചാബ് ഹരിയാന മേഖലകളിലായിരിക്കും നിങ്ങൾക്ക് ഗോതമ്പ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കാം. ഓക്കെ, ഇവിടെ റൈസ് എന്ന് എഴുതാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈസ് ഈ ഭാഗങ്ങളിലും വീറ്റ് ആ ഭാഗങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി രണ്ടാമതാണ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഷുഗർ കെയിൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ ഭാഗങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഷുഗർ കെയിൻ കാണാൻ പോകുന്നത്. ഏതാണ്? നമ്മുടെ ഉത്തർപ്രദേശ്, ഈ ഭാഗങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഷുഗർ കെയിൻ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത്. ഓക്കെ, ബി, ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ ഉൽപ്പാദനമൊക്കെ നടക്കുന്നത്. ഇനി ടീയുടെ കേസ് വന്നു കഴിഞ്ഞാൽ, ടീയുടെ കേസ് നിങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നോളൂ. ആദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് നിങ്ങൾ മനസ്സിലേക്ക് വരിക. ടീ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അസമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ABC അസം നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഈ പറഞ്ഞ അസം എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്തത് ഈ പറഞ്ഞുള്ള കോഫി പ്രൊഡക്ഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും ഉണ്ടാവുക, കോഫി പ്രൊഡക്ഷൻ സദേൺ ഇന്ത്യയിലേക്കാണ് വരിക. നിങ്ങൾ ഈ ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞുള്ള കോഫി പ്രൊഡക്ഷൻ കാണാൻ പറ്റുക. കോഫി എത്രയാണ്, D ആണ് അല്ലേ, ABC D. നമുക്ക് ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡക്ഷൻ കാണാൻ പറ്റുക കർണാടകയിലാണ്. ഇനി രണ്ടാമത്തെ കഴിഞ്ഞ് ഇനി റബ്ബറിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ അതും സദേൺ ഇന്ത്യയിൽ തന്നെയാണ്. നമ്മൾ കണ്ടു ബ്ലാക്ക് സോയിലൊക്കെ എവിടെയുള്ളത്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ലാറ്ററൈറ്റ് സോയിൽ എവിടെ കാണുക, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിത് എവിടെ എഴുതി വെക്കാം, ABCDE ആണ്. അഥവാ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലാറ്ററൈറ്റ് സോയിലിൽ വളരുന്ന സ്വാഭാവികമായിട്ട് ഈ റബ്ബർ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. അപ്പം ഈ പറഞ്ഞ റബ്ബർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേരളത്തിലാണ്, ടീ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസമിലാണ്, കോഫി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കർണാടകയിലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം ഇവിടെ കോട്ടൺ കാണുന്നുണ്ട് അല്ലേ, കോട്ടൺ നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്, മഹാരാഷ്ട്രയിലാണ് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, മുംബൈ പോലുള്ള സ്ഥലം നമ്മൾ കോട്ടണോപോളിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോട്ടൺ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും, ഈ പറഞ്ഞ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ F അല്ലേ, F നമുക്കിവിടെ എഴുതി വെക്കാം. കോട്ടൺ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഈ പ്രദേശമാണ്, മഹാരാഷ്ട്രയിലാണ് കാണാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഇനി ജൂട്ടിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ, ജൂട്ടിൻ്റെ കേസ് എൻ്റെ മക്കൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഓക്കെ, ജൂട്ട് എന്ന് പറഞ്ഞാൽ ചണമാണ്. അത് ഈ ഭാഗങ്ങളിൽ എവിടെയും കാണാൻ പറ്റില്ല, ഈ വെസ്റ്റ് ബംഗാൾ ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്താണ് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചണമാണ്. ചണം നമുക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കാണാൻ പറ്റുക വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാൾ ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വെസ്റ്റ് ബംഗാൾ കാണാൻ പറ്റുക. സാർ സൂം ചെയ്ത് കാണിച്ചാൽ ഇതാ ഈ ഭാഗത്ത് കേട്ടോ. എന്താണ് ഇവിടെ ABCDEFG അല്ലേ, G. സാർ ഇവിടെ G എന്ന് എഴുതി വെക്കാം. ഓക്കെ റെഡി? അപ്പോൾ ഇത് അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. സാർ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞുതരാം. ആദ്യത്തെ റൈസ് ആൻഡ് വീറ്റ് ആണ്. റൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഭാഗങ്ങളിലായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ ആന്ധ്രാപ്രദേശ് ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റൈസ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് കോമൺ ആയിട്ട് നമുക്കൊരു സ്ഥലമായിട്ട് എടുത്തിട്ട് റൈസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി വീറ്റ് സാറിത് അവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹരിയാന പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വീറ്റ് അഥവാ ഗോതമ്പ് ഏറ്റവും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മുടെ ബിയിലെ കേസ് വന്നു കഴിഞ്ഞാൽ, ബി എന്താണ്, ഷുഗർ കെയിൻ ആണ്. അത് നമുക്ക് UPയിലാണ്, ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. അതിനുശേഷം C ഏതാണ്, അസമാണ് അല്ലേ. C ഏതാണ്, ഇവിടെ സാർ വെച്ചിട്ടുണ്ട് T ആണ് അല്ലേ. T ആണ്. സ്വാഭാവികമായിട്ട് T നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ളത് അസമിലാണ്. അപ്പോൾ അസം ഇവിടെ വെച്ചിട്ടുണ്ട്, C ആണ് കേട്ടോ. ഓക്കെ റെഡി. ഇനി നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് നമുക്ക് എന്താണ്, D. സ്വാഭാവികമായിട്ടും
കോഫിയാണ്. കോഫി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കർണാടകയിലാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വെക്കാം. ഈ എവിടെയാണ്? കേരളമാണ്. റബ്ബറാണ്. ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് സോയിൽ കാണാൻ പറ്റുന്ന കേരളത്തിലാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് നമുക്ക് എന്ന് എഴുതി വെക്കാം, കേരളം എന്ന് എഴുതി വെക്കാം. ഇനി ഈ എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടൺ ആണ്. അത് നമുക്ക് അറിയാം, മുംബൈ മഹാരാഷ്ട്രയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എഫ് നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി എഫ് ജി ഇതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജൂട്ട് അല്ലേ, ചണം എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിലാണ് കാണാൻ പറ്റുക. സാർ അതുകൊണ്ട് ജി എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്രോപ്പ് പ്രൊഡക്ഷൻ എവിടേക്കാണ് ഇന്ത്യയിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. വളരെ സിമ്പിൾ കാര്യങ്ങളുള്ളൂ കേട്ടോ. നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റും, നിങ്ങളെ കൊണ്ടാവും. അതിനുശേഷം നമ്മളിനി കാണാൻ പോകുന്ന അയൺ ഓർ മൈൻസ് ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയൺ ഓർ മൈൻസ് എന്താ നമുക്കിനി നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഇരുമ്പിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഖനികളുണ്ട് അല്ലേ, ആ ഖനികൾ എവിടേക്കാണെന്നാണ് ചോദിച്ചിരുന്നത്. മയൂർഭഞ്ച് ഉണ്ട് ഒഡീഷയിൽ, ദുർഗ് ഉണ്ട് ഛത്തീസ്ഗഡിൽ, ബൈലാദിലി ഉണ്ട് ഛത്തീസ്ഗഡിൽ, ബെല്ലാരി ഉണ്ട് കർണാടകയിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 എണ്ണമാണ്. ഈ 4 എണ്ണം നമുക്കിനി നോക്കാം കേട്ടോ. നമുക്ക് മാപ്പ് എടുത്തിട്ട് വരച്ച് നോക്കാം. സോ മക്കളെ, വരച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടാൻ പോകുന്ന ഒരു സാധനമാണ്. കാരണം ഇതാണ്, ഒഡീഷ 2 എണ്ണം ഉണ്ട്, അല്ല ഒഡീഷ 1 ഉണ്ട്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ആണ് 2 എണ്ണം ഉള്ളത്. അപ്പോൾ ഒഡീഷ ഏതാണെന്ന് മാത്രം, കർണാടക ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഛത്തീസ്ഗഡിൽ 2 എണ്ണം ഒന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ മയൂർഭഞ്ച് ആണ് ഒഡീഷയിലുള്ളത്. അപ്പോൾ ഒഡീഷ വന്നിട്ട് ഇതാ ഈ കാണുന്നതാണ് ഒഡീഷ. നമുക്കിവിടെ എന്ത് ചെയ്യാം, എ എന്ന് എഴുതാം. ഇതാണ് ഒഡീഷ എന്ന് പറഞ്ഞ സാധനം. അതിന് രണ്ടാമത് നോക്കിയാൽ മക്കൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെയാണ് ദുർഗ് അഥവാ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് എവിടെയും പോകേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ഒഡീഷൻ്റെ തൊട്ട് ഇപ്പുറത്താണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക, ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് കാണാൻ പറ്റും. ഒഡീഷൻ്റെ തൊട്ടിപ്പുറത്ത് ഇതാണ്. ഇവിടെ നമ്മൾ എഴുതും ബി എന്നുള്ളത്. ഓക്കെ, റെഡി. എന്താ ബി വന്നിട്ടുള്ളത് ദുർഗാണ്. ബൈലാദിലിയും ഛത്തീസ്ഗഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സി നമുക്ക് എന്ത് എഴുതാം, സി നമുക്ക് ഛത്തീസ്ഗഡ് തന്നെ എഴുതാം. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ എ വന്നിട്ട് ഒഡീഷ, ബി വന്നിട്ട് ഛത്തീസ്ഗഡ്, സി വന്നിട്ട് ഛത്തീസ്ഗഡ്. ഓക്കെ, ആ കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കാം. ഈ പറഞ്ഞ ദുർഗും ബൈലാദിലിയും ഛത്തീസ്ഗഡാണ്. ബെല്ലാരി എല്ലൂരി എന്നൊക്കെ പറയുന്ന പോലെ, നമ്മളെ രാജമാണിക്യത്തിൽ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ്, ബെല്ലാരി കർണാടകയിലാണ്. കർണാടക എവിടെയാണുള്ളത്, സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഭാഗത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റും, എ ബി സി ഡി. ഓക്കെ, ബെല്ലാരി നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കർണാടക കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റേറ്റ് കറക്റ്റ് ആയാൽ മതി. നിങ്ങൾ സൂം ചെയ്തിട്ടൊന്നും ആർക്കും കറക്റ്റായിട്ട് ബെല്ലാരി എവിടെയാണെന്ന് അടയാളപ്പെടുത്താൻ പറ്റില്ലല്ലോ. സമയമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് കറക്റ്റായിട്ട് എഴുതാം, കറക്റ്റായിട്ട് അടയാളപ്പെടുത്താം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്, ഈ പറഞ്ഞ മയൂർഭഞ്ച് ഒഡീഷയിലാണ്. അതിനുശേഷം ബിയും സിയും ഛത്തീസ്ഗഡാണ് വരുന്നത്. ദുർഗും ബൈലാദിലിയും ബെല്ലാരി കർണാടകയിലാണ് വന്നത് എന്നും കൂടെ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയൺ ഓർ ഈ പറഞ്ഞിട്ടുള്ള ഇരുമ്പയിരിൻ്റെ ഖനികൾ എവിടേക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, റെഡി. അതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കോൾ മൈൻസ് എന്ന് പറയുന്നത്, കൽക്കരി ഖനികൾ എന്ന് പറയും. ഓക്കെ, കൽക്കരി ഖനികൾ എന്ന് പറയും. അത് റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളിലാണ്, ബൊക്കാറോ ജാർഖണ്ഡിലാണ്, ടാൽച്ചർ ഒഡീഷയിലാണ്, അതുപോലെ തന്നെ നൈവേലി തമിഴ്നാടോട്. നമുക്ക് ഈ പറഞ്ഞുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്രയും നേരം കേട്ടറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെസ്റ്റ് ബംഗാളും ഒഡീഷയും തമിഴ്നാടും അടയാളപ്പെടുത്താൻ പറ്റും. ജാർഖണ്ഡ് പുതിയ ഒരാളാണ് അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് പിടിക്കാം. അത്രേ ഉള്ളൂ. ഒന്നാമത്തത് റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളാണ്. എ നമുക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താം. എ നമുക്ക് വെസ്റ്റ് ബംഗാൾ ഇതാ ഇവിടെ ആയിട്ടായിരിക്കും അല്ലേ. എ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ അല്ലേ, വെസ്റ്റ് ബംഗാൾ ഈ മൂലയ്ക്കുള്ള സ്ഥലമാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ജാർഖണ്ഡ് അറിയില്ല, അപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം. ഒഡീഷ നമുക്കറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഐഡിയ കേട്ടോ. നിങ്ങൾ മാപ്പ് അടയാളപ്പെടുത്തുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരികയാണ് സാറ്. ഓക്കെ, ഒഡീഷ നമുക്കറിയാം, താൾച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ട് താഴെ വരുന്നതാണ് സി. ബി നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ, സി ആണ് നോക്കുന്നത്. താൾച്ചർ ഒഡീഷയിൽ നമ്മൾ അടയാളപ്പെടുത്തി. നെയ്വേലി തമിഴ്നാട് നമുക്കറിയാം, കേരളത്തിന് തൊട്ടടുത്താണ് നമുക്കുള്ളത്. അപ്പോൾ ഡി നമുക്ക് അടയാളപ്പെടുത്തി. ഇനിയാണ് കളി. ഇനി ജാർഖണ്ഡ് ആണ് നമുക്ക് നോക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ജാർഖണ്ഡ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. ജാർഖണ്ഡ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സ്ഥലം. ഈ പറഞ്ഞ ഒഡീഷയും ഈ പറഞ്ഞ ഛത്തീസ്ഗഡിന് തൊട്ടടുത്താണ് എന്തുള്ളത്, ഈ പറഞ്ഞ ജാർഖണ്ഡ് ഉള്ളത്. നമുക്ക് എന്ത് എഴുതാം, ബി എന്ന് എഴുതാം. ഓക്കെ, റെഡി. സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രദേശം മൊത്തം നിങ്ങൾക്ക് ഇപ്പോൾ കാണാപ്പാടായിട്ടുണ്ടാവും. ഓക്കെ, തമിഴ്നാടും ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒഡീഷയുണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഇപ്പോൾ ജാർഖണ്ഡും കൂടിയായി, വെസ്റ്റ് ബംഗാളും കൂടിയായി. ഓക്കെ, റെഡി. ഇത് മാത്രമേ നമ്മൾ നോക്കാത്തുള്ളൂ. ഇതെന്താണെന്ന് സാർ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ അത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു മാപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മാർക്ക് പോലും മിസ്സാക്കാൻ പാടില്ല എന്ന് മാത്രമേ സാറിന് വിശ്വാസമുള്ളൂ. നിങ്ങൾ പഠിച്ചു, നിങ്ങളിത് അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉള്ളിൽ നിന്ന് ഇത് ഈ സ്റ്റേറ്റ് ആണെന്നുള്ളത് വന്നിരിക്കും. ഓക്കെ, റെഡി. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ കോൾ മൈൻസ് എന്താണെന്ന് കണ്ടു. ഈ പറഞ്ഞ റാണിഗഞ്ച്, ബൊക്കാറോ, താൾച്ചർ, നെയ്വേലി പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് തരും കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് തരും, നിങ്ങൾ ജസ്റ്റ് അടയാളപ്പെടുത്തിയാൽ മതി മാപ്പിൽ എവിടെയാണെന്നുള്ളത്. ഓക്കെ, റെഡി. അപ്പോൾ സംസ്ഥാനം എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോൾ മൈൻ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ഓയിൽ ഫീൽഡുകളാണ്. ഈ പറഞ്ഞ അസം, മഹാരാഷ്ട്ര, ഗുജറാത്ത് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ ഫീൽഡ്സ് അഥവാ എണ്ണപ്പാടങ്ങൾ എവിടെയാണ് ഇന്ത്യയിലുള്ളത് നോക്കാം. ഒന്നാമത്തത് ഡിഗ്ബോയ് ആണ്.
അല്ലേ? ഡിഗ്ബോയ് അസമിലാണ് നമുക്ക് കാണാൻ പറ്റുക. അത് നമുക്ക് എന്ത് എഴുതാം? ഈ കാണുന്നതാണ് കേട്ടോ അസം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അസം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിട്ടുള്ള എ എന്ന് എഴുതാം. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ളതാണ് അസം. സാർ അത് മായ്ക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സാർ വരച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെയാണ് അസം വരുന്നത്. ഓക്കെ, റെഡി, സെറ്റാണ്. ഇനി നമ്മൾ നോക്കുന്ന രണ്ടാമത്തതാണ് ഈ പറഞ്ഞിട്ടുള്ള നഹർ കാട്ടിയ. അതും അസമിൽ തന്നെയാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതപ്പെടുത്താം. ഓക്കെ, ബി. ഓക്കെ, റെഡി, സെറ്റ്. അതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നതാണ് ഇനി മുംബൈ ഹൈ. മുംബൈ എന്ന് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് മഹാരാഷ്ട്രയിലാണ് അല്ലേ? മഹാരാഷ്ട്ര എവിടെയാണ്? ഇതാ ഇവിടെയാണ്, ഗോവയുടെ തൊട്ടടുത്ത് ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? മഹാരാഷ്ട്ര കാണാൻ പറ്റുക. സാർ ഇവിടെ അടയാളപ്പെടുത്താം ABC എന്നുള്ളത്. ഓക്കെ, റെഡി. അതിനുശേഷം ഇവിടെ ബാസിൻ കാണുന്നുണ്ട്, അതും മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഡിയും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, റെഡി, സെറ്റാണ്. ബസീൻ അല്ലെങ്കിൽ ബാസിൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതുപോലെ കലോൾ ഉണ്ട്. കലോൾ എവിടെയാണ്? ഗുജറാത്താണ്. അത് നമുക്കറിയാം ഗുജറാത്തിലാണ്. ഓക്കെ, ABCD എന്ന് എഴുതി വെച്ചു നമ്മൾ. ഇനി നമ്മൾ നോക്കേണ്ടത് അതും ഗുജറാത്ത്. ആംഗലേശ്വർ എന്നൊക്കെ പറയുന്നതും ഗുജറാത്ത് തന്നെയാണ്. എഫ് നമുക്ക് എന്ത് എഴുതാം? ഗുജറാത്ത് തന്നെ എഴുതാം. ABCDF. അപ്പോൾ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായി. നിങ്ങൾ കുറച്ച് സംസ്ഥാനങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. എപ്പോഴും കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ഗുജറാത്ത് ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ, അസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് മനപ്പാടാക്കി വെക്കുക. കണ്ടിന്യൂസ്ലി അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, അവിടെയുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ട്, അവിടെയുള്ള പ്രത്യേകതകളെ പറ്റിയിട്ടാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം? ആലോചിച്ച് വെക്കുക. ഇനിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് തെർമൽ ഫീൽഡ്സ്, അഥവാ ഈ പറഞ്ഞിട്ടുള്ള തെർമൽ എനർജി എവിടേക്കാണ് നമുക്ക് കാണാൻ പറ്റുക? തെർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമോഗ്രഫി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തെർമൽ പവർ. ഓക്കെ, റെഡി. അതുപോലെ തന്നെ നമ്രൂപ് എന്ന് പറഞ്ഞ സ്ഥലം അസമിലുണ്ട്. ഈ സിംഗ്രോലി എന്ന് പറഞ്ഞ സ്ഥലം മധ്യപ്രദേശിലുണ്ട്. രാമഗുന്ദം എന്ന് പറഞ്ഞ സ്ഥലം തെലങ്കാനയിലുണ്ട്. ഇവിടെ നിങ്ങൾ രണ്ട് സ്ഥലം പുതുതായിട്ട് കാണാൻ പറ്റും, മധ്യപ്രദേശും തെലങ്കാനയും. സാരില്ല, സീനാക്കണ്ട, സാർ സെറ്റാക്കി തരാം. ഓക്കെ, ഒന്നാമത് നമ്രൂപാണ്. അപ്പോൾ അതെവിടെയുള്ളത്? അസമിലാണ്. നമുക്കറിയാം അസം എവിടെയുള്ളത്. ഈ പ്രദേശത്താണ് നമുക്ക് അസം അറിയാം. സാർ അടയാളപ്പെടുത്താണ് ഇവിടെ അസം. എന്ന് എഴുതി വെക്കാം. അസമിലാണ് നമുക്ക് നമ്രൂപ് കാണാൻ പറ്റും. ഇനി രണ്ടാമത്താണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഒന്നുമില്ല മക്കളെ, ഇതാ തൊട്ട് മേലെ, ഇത് മഹാരാഷ്ട്രയാണ്, മുംബൈയുള്ള സ്ഥലമാണ്. തൊട്ടുമോൾ ഇതാ മധ്യത്തിൽ, ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് കാണുന്നതാണ് മധ്യപ്രദേശ് എന്നുള്ളത്. അത് നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ എഴുതി വെക്കാം. AB അല്ലേ? AB എന്ന് എഴുതി വെക്കാം. അത് സെറ്റാണ്. ഓക്കെ, റെഡി. ഈ പറഞ്ഞിട്ടുള്ള ഇനിയാണ് തെലങ്കാന എന്ന് പറയുന്നത്. തെലങ്കാന എവിടെ? രാമഗുണ്ടം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കാം. ഇവിടെ രണ്ട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആന്ധ്രാപ്രദേശ്. ഇതാണ് സാർ നേരത്തെ പറഞ്ഞുതരാന്ന് പറഞ്ഞ സ്ഥലം. ആന്ധ്രാപ്രദേശാണിത്. തൊട്ടു മുകളിൽ ഭാഗിച്ചൊരു സ്ഥലമുണ്ട്. ഇത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതാണ് തെലങ്കാന എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? C എന്ന് എഴുതി വെക്കാം. ഓക്കെ, തെലങ്കാനയാണ് അത്, രാമഗുണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഓക്കെ, റെഡി. എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യം ഒരൊറ്റ സ്റ്റേറ്റ് ആണ്, പിന്നെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശും തെലങ്കാനയായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് തെലങ്കാന എന്ന് പറയുന്നത് C. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ 3 തെർമൽ ഫീൽഡ്സ് ഉണ്ട്. ആ 3 സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റെഡിയാണ്, സെറ്റാണ്. ഓക്കെ, അത് നിങ്ങൾ ഓക്കെ ആയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് നോക്കാം. ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ആണവ നിലയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഇന്ത്യയിൽ. കുറച്ച് ആണവ നിലയങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണവ നിലയങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നത് എന്താണ്? ഇല്ല, UP മാത്രമേ. UP നമ്മൾ ഓൾറെഡി കണ്ടു, ഗുജറാത്ത് ഓൾറെഡി കണ്ടു, മഹാരാഷ്ട്ര കണ്ടു, തമിഴ്നാട് കണ്ടു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം സെറ്റാണ്, നിങ്ങളെല്ലാം പഠിച്ച സെറ്റാണ്. അപ്പം നരോരയാണ് UPയിലുള്ളത്. ഓക്കെ, UP എന്ന് പറയുന്ന സ്ഥലം ഇതാ ഇവിടെയാണ് അല്ലേ? ഉത്തർപ്രദേശ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, UP സെറ്റാണ്. ഇവിടെ നമുക്ക് ഇനി കാണാൻ പറ്റുക കക്രാപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലാണ്. കക്രാപ്പാറ ഗുജറാത്തിലാണ്. അപ്പോൾ നമ്മളിതാ B നമ്മളിതാ ഇവിടെ അടയാളപ്പെടുത്തുന്നു. B ഗുജറാത്തിലാണ്. രണ്ടാമത്തെ കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ താരാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര മാറിപ്പോരുത്, ഇത് മധ്യപ്രദേശാണ്. തൊട്ട് താഴെ ഇതാ ഇവിടെയാണ് മുംബൈ. ഇതാ ഇവിടെയാണ് നമുക്ക് എന്താണ് പറ്റുക? താരാപൂർ കാണാൻ പറ്റുക. ABC എന്ന് എഴുതി വെച്ചു നമ്മൾ. ഇനി നമ്മൾ നോക്കേണ്ടത് അതാ കൽപ്പാക്കം, തമിഴ്നാടു അല്ലേ? കൽപ്പാക്കം തമിഴ്നാടു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, തമിഴ്നാടാണ്. ഓക്കെ, ABCD അല്ലേ? D. ഓക്കെ, റെഡി സെറ്റ്. അപ്പോൾ അതും ഓക്കെയാണ്. നിങ്ങൾക്ക് എല്ലാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സംസ്ഥാനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് പഠിക്കാൻ പറ്റണം. ഇത് നിങ്ങൾക്ക് നരോര UP ആണ്, കക്രാപ്പാറ ഗുജറാത്താണ് എന്നൊക്കെ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണേ. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇപ്പോൾ നിങ്ങളോട് കൽപ്പാക്കം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം അത് എവിടെയാണുള്ളത്? തമിഴ്നാടുവിലാണ് ഉള്ളത് എന്ന് കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ചില സമയത്ത് നിങ്ങളോട് ഹരിസാർ പറഞ്ഞല്ലോ സാർ, ഈ പറഞ്ഞുള്ള കൽപ്പാക്കം തമിഴ്നാടു എന്ന് ഓൾറെഡി തന്നിട്ടാണല്ലോ സാർക്ക്. അങ്ങനെയല്ല, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ പറഞ്ഞിട്ടുള്ള താരാപൂർ എവിടെയാണ് നിങ്ങൾ പഠിച്ചു വെക്കുക? മഹാരാഷ്ട്രയിലാണെന്ന് പഠിച്ചു വെക്കുക. കക്രാപ്പാറ എവിടെയാണ്? ഗുജറാത്താണെന്ന് പഠിച്ചു വെക്കുക. നറോറ UPയിലാണെന്ന് പഠിച്ചു വെക്കുക. സംസ്ഥാനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, എല്ലാത്തിൻ്റെയും സംസ്ഥാനങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 സാറോട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പറ്റി ചോദിക്കാനൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് ആലോചിച്ച് വെക്കുക. ഇതിന് കൂടുതൽ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ്ലി PYQസിൽ വന്നിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, റെഡി. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി
കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന്റെ കാര്യം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മഹാരാഷ്ട്ര. ദ വെരി ഫസ്റ്റ് നമുക്കറിയാം മുംബൈയിലാണ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കാണാൻ പറ്റുക. ഇൻഡോർ പറയുന്നുണ്ട്, അത് മധ്യപ്രദേശിലാണ്. ഓക്കെ, ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലം മധ്യപ്രദേശിലെന്ന് ആലോചിച്ച് വെക്കുക. സൂറത്ത് ഗുജറാത്തിലാണ്. കാൺപൂർ യു പി ആണ് അല്ലേ, നമുക്കറിയാം നാനാ സാഹിബ് യു പി, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാൺപൂർ യു പി. അതുപോലെ തന്നെ കോയമ്പത്തൂർ തമിഴ്നാടുമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി മുംബൈ ആണ് മഹാരാഷ്ട്രയുടെ കേസിൽ വരുന്നത്. നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇതാണ് ഒന്നാമത്തത് മുംബൈ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സാർ ഇവിടെ എഴുതി വെക്കാം എ. ഓക്കെ, റെഡി, സെറ്റാണ്. അതിനുശേഷം ഇൻഡോർ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് മധ്യപ്രദേശിൽ. ഇവിടെയാണ് ഇൻഡോർ കാണാൻ പറ്റുക അല്ലേ, മധ്യപ്രദേശാണ് ഇൻഡോർ. ബി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സി, സൂറത്ത് നമ്മൾ ഇവിടെ എഴുതുകയാണ് സി. ഓക്കെ, സി ആണ് നമ്മളിത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നുണ്ട് കാൺപൂർ ആണ് അല്ലേ. കാൺപൂർ എവിടെയാണ്, ഉത്തർപ്രദേശിലാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ABCD എഴുതി വെക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് കോയമ്പത്തൂർ തമിഴ്നാടുമാണ്. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, DE എന്ന് എഴുതാം. ഓക്കെ, റെഡി. അപ്പം എല്ലാം സെറ്റായി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. മുംബൈ മഹാരാഷ്ട്രയിലാണ്, ഇൻഡോർ മധ്യപ്രദേശിലാണ്, സൂറത്ത് ഗുജറാത്തിലാണ്, കാൺപൂർ UP-യിലാണ്, അതുപോലെ തന്നെ കോയമ്പത്തൂർ തമിഴ്നാടുമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ആലോചിച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ആണ്. അത് നമുക്ക് നോക്കാം. സോ മക്കളെ, ഈ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സിൽ വരുന്നത് ദുർഗാപൂർ അഥവാ വെസ്റ്റ് ബംഗാളിൽ കാണാൻ പറ്റും, ബൊക്കാറോ ജാർഖണ്ഡിൽ കാണാൻ പറ്റും, ജാംഷഡ്പൂർ ജാർഖണ്ഡിൽ കാണാൻ പറ്റും, ബിലായി ഛത്തീസ്ഗഡിൽ കാണാൻ പറ്റും, വിജയനഗർ കർണാടകയിലും, സേലം തമിഴ്നാട്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. കാരണം ബൊക്കാറോയും ബിലായിക്ക് നമുക്കറിയാം പറഞ്ഞിട്ടുള്ള ആദ്യത്തെയും അവസാനത്തേക്കായിട്ട് കുറേ പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് ആയിട്ടും ഫസ്റ്റ് സ്റ്റീൽ അയൺ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു പോകേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വന്നതെന്നൊക്കെ അത് വേറൊരു വിഷയമാണ്, എന്നാലും കുഴപ്പമില്ല, സാറ് വെച്ചെന്നുള്ളൂ. ഓക്കെ, പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ദുർഗാപൂരിൻ്റെ കേസിൽ വെസ്റ്റ് ബംഗാളാണ് നമുക്ക് കാണാൻ പറ്റുക. വെസ്റ്റ് ബംഗാൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുക. എ നമ്മൾ അടയാളപ്പെടുത്തി. നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത് ബൊക്കാറോ അഥവാ ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ് നമുക്കറിയാം പറഞ്ഞിട്ടുള്ള ഇത് ഒഡീഷയാണ്, ഇത് ഛത്തീസ്ഗഡാണ്. തൊട്ട് മുകളിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ജാർഖണ്ഡ് കാണാൻ പറ്റും. നമ്മളിത് ബി എന്ന് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ജാംഷഡ്പൂറും ജാർഖണ്ഡ് തന്നെയാണ്. അപ്പോൾ ABCയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ അടയാളപ്പെടുത്താം. റെഡി. ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഛത്തീസ്ഗഡ് ആണ്, ബിലായിൽ അല്ലേ. ഛത്തീസ്ഗഡ് ബിലായിൽ നമ്മൾ അടയാളപ്പെടുത്താൻ പോവാണ്. ഓക്കെ, ഇവിടെ പോയി അയ്യോ ഓക്കെ, റെഡി. ഇപ്പോൾ റെഡി ആയിട്ടാ. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ ഛത്തീസ്ഗഡ് അടയാളപ്പെടുത്താണ്, ABCD അല്ലേ. D നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഫൈൻ, റെഡി. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഛത്തീസ്ഗഡ് ബിലായി കണ്ടു. വിജയനഗർ കർണാടകയിലാണ് അല്ലേ. വിജയനഗർ നമ്മൾ കർണാടകയിൽ അടയാളപ്പെടുത്തുന്നത് ABCDE ആണ്. ഓക്കെ, വിജയനഗർ നമ്മൾ അടയാളപ്പെടുത്തി. വിജയനഗര എംപയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, സേലം എവിടെയാണ്, തമിഴ്നാടുമാണ്. ABCDEF നമ്മളിതാ അതും അടയാളപ്പെടുത്തി. അപ്പോൾ എല്ലാം സെറ്റാണ്. ഇവിടെ നിങ്ങൾ നോക്കുക. ഒന്നാമത്തത് ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, രണ്ടാമത്തത് ബി ബൊക്കാറോ ജാർഖണ്ഡിലാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി. ജാംഷഡ്പൂർ ജാർഖണ്ഡിലാണ്, അത് നമ്മളിതാ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടെ ബിലായി ഛത്തീസ്ഗഡ് ആണ്. ബിലായി ഛത്തീസ്ഗഡ് നമ്മൾ അടയാളപ്പെടുത്തി, D. ഓക്കെ, വിജയനഗര കർണാടകയാണ്, അതും നമ്മൾ അടയാളപ്പെടുത്തി. സേലം തമിഴ്നാട്, അതും നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, ഫൈൻ, റെഡി, സെറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ വർഷം ആലോചിച്ച് വെക്കുക, ആരൊക്കെ ഏതൊക്കെ പുറത്തുള്ള രാജ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ. സാർ മാപ്പ് മാത്രമായതുകൊണ്ട് അതിലേക്കൊന്നും ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, റെഡി. അങ്ങനെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് മേജർ സീ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മേജർ നദികളിൽ നമ്മൾ കാണാൻ പറ്റുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ കാണാൻ പറ്റുന്ന ഏതൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് സാർ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ചോദിക്കും. ഓക്കെ, ഇനി ഏതാണ്, കാണ്ട്ല ഗുജറാത്തിലാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് എഴുതാം ഗുജറാത്ത്. ഓക്കെ, കാണ്ട്ല ഗുജറാത്ത്. അപ്പോൾ സീ പോർട്ടാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് എഴുതാം, നടുക്കൊന്നും കൊണ്ടുവച്ച് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അത് മോശമായിപ്പോൾ. ഇതാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് അടയാളപ്പെടുത്തുക, കാരണം ഏറ്റവും ഓഫ് ഷോർ ഏരിയകളിലാണല്ലോ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് കാണ്ട്ല നമുക്ക് എന്ത് ചെയ്യാം, A അടയാളപ്പെടുത്താം. ഓക്കെ, ഏതെങ്കിലും നദീതീരത്തിനോട് ചേർന്ന് നമുക്ക് അടയാളപ്പെടുത്താം. അതൊരു കോമൺ ലോജിക്കാണ്. ഈ പറഞ്ഞ നദീതീരത്തിനോട് ചേർന്നിട്ടാണ് തുറമുഖം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൊണ്ട് നടുക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ രസമില്ലല്ലോ. ഓക്കെ, ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ മുംബൈ മഹാരാഷ്ട്രയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുംബൈ നമുക്ക് ഇവിടെ ഈ ഭാഗത്താണ് അടയാളപ്പെടുത്താം, മുംബൈ. ഓക്കെ, B. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ മർംഗാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയിലാണ്. പുതിയൊരാൾ വന്നു അല്ലേ, ഗോവ. ഈ ഗോവ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ നോക്കിയാൽ മക്കളെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറുത് ഈ കാണുന്നതാണ് ഗോവ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഡി. ഇതാണ് നമ്മൾ ഗോവ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ABC എന്ന് പറയുന്നുണ്ട്. റെഡി, സെറ്റാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ മാംഗ്ലൂർ കർണാടകയിലാണ് കാണാൻ പറ്റുക. ഓക്കെ, ന്യൂ മാംഗ്ലൂർ കർണാടകയിൽ കാണാൻ പറ്റും. ABCD എന്ന് അടയാളപ്പെടുത്താം നമുക്ക്. ഓക്കെ, മാറിപ്പോകില്ല കേട്ടോ. ഓക്കെ, റെഡി. അതുപോലെ തന്നെ കൊച്ചി കേരള.
ഓക്കെ, കൊച്ചിയാണ്. കൊച്ചി നമുക്ക് ഇവിടെ ഇവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, കൊച്ചി, കേരള, ABCDE എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. റെഡി. അതിനുശേഷം നമ്മൾ കാണാൻ പോവാണ് ടുട്ടിക്കോറിൻ അല്ലെങ്കിൽ തൂത്തിക്കോറിൻ അല്ലെങ്കിൽ തൂത്തുക്കുടി എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതാട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തൂത്തുക്കുടി, അതാണ് തൂത്തിക്കോറിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തമിഴ്നാട് F അല്ലേ, തമിഴ്നാട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടയാളപ്പെടുത്താം തൂത്തുക്കുടി F. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ABCDEF. ഇനി നമ്മൾ മേളിലോട്ടാവട്ടെ പോകുന്നത്. ഈ പറഞ്ഞിട്ടുള്ള തുറമുഖ നഗരങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സിൽ കൂടെ പോയിട്ട് നമ്മൾ ഈസ്റ്റേൺ ഗട്ട്സിലൂടെ മേലേക്ക് കയറുകയാണ്. അതൊക്കെ തൂത്തുക്കുടി നമ്മൾ അടയാളപ്പെടുത്തി. ചെന്നൈയും തമിഴ്നാടുമാണ്. അപ്പോൾ മേളിൽ നമ്മൾ ചെന്നൈ ABCDEFG അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ഇനി നോക്കുന്നത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണ്. അത് നമ്മൾ മേലേക്ക് കയറി വിശാഖപട്ടണം GH. ഓക്കെ, റെഡി, അതും സെറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള പാരാദ്വീപ് ഒഡീഷയിലാണ്. അപ്പോൾ മേളിലേക്ക് കയറി ഇവിടെയാണ് ഒഡീഷ, GHI നമ്മൾ അടയാളപ്പെടുത്തി, പാരാദ്വീപ് അടയാളപ്പെടുത്തി. അതിന് ഹാൽദിയ വെസ്റ്റ് ബംഗാൾ, ഇതാ ഇവിടെ ചെന്നിട്ട് അവസാനിക്കുക HIJ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പോർട്ടിൻ്റെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സാർ ഇങ്ങനെ ഒരു ഓർഡറിൽ വെച്ചാൽ കേട്ടോ. ABCDEFGHIJ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്നൊരു സാധനം. ഓക്കെ, റെഡി, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് തുറമുഖ നഗരങ്ങൾ. ഓക്കെ, റെഡി. അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി വെച്ചെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ അത് സെറ്റാണ്, റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾ ആലോചിച്ചിരിക്കുക മക്കളെ, അമൃത്സർ ഉണ്ട്, ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, ചെന്നൈ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. ഓക്കെ, റെഡി. അവസാനത്തെ ഒരു സാധനമാണ്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ പഠിച്ചു മാപ്പിൽ നിങ്ങൾക്ക് പിന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ തെറ്റാൻ പോകില്ല. അവസാനത്തെ ഒരു സാധനമാണ്. ഓക്കെ, ഇത് ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഈ സാധനം സാറ് എന്ത് വെച്ചിട്ടില്ല, സംസ്ഥാനം വെച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തന്നെ കൂടെ കൂടുക കേട്ടോ. ഓക്കെ, ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ഒന്ന്? അമൃത്സർ എവിടെയാ സാർ? പഞ്ചാബിലാണ്. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പഞ്ചാബിലാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അമൃത്സർ ഇവിടെ അടയാളപ്പെടുത്താം A എന്നുള്ളത്. ഓക്കെ, പഞ്ചാബിലാണ്. അപ്പോൾ A നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ നോക്കുന്നത് ഡൽഹിയാണ് സാർ. ഡൽഹിയാണ് കൺഫ്യൂഷൻ. ഡൽഹി നിങ്ങൾക്ക് കുറേ പേർക്ക് എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള അറിയാം. അത് അവിടെ അവസാനം നിൽക്കട്ടെ, ഡൽഹി അവിടെ നിൽക്കട്ടെ. മുംബൈ നമുക്ക് അറിയാവുന്നതൊക്കെ ചെയ്യാം. മുംബൈ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ് അല്ലേ, മഹാരാഷ്ട്രയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മഹാരാഷ്ട്ര നമുക്ക് അടയാളപ്പെടുത്താം മുംബൈ അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്ര ഇവിടെയാണ് മുംബൈ വരുന്നത്. ABC നമ്മൾ B അടയാളപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, അത് ആലോചിക്കണേ. ഡൽഹി ലാസ്റ്റ് പറഞ്ഞുതരാം, കുറച്ച് കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. ഓക്കെ, ചെന്നൈയുടെ കയറി വരുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം തമിഴ്നാടുമാണ്. ഓക്കെ, നമ്മൾ തമിഴ്നാടുമാണ്. ചെന്നൈ വരുന്നത് ABCD വരുന്നുണ്ട്. ഇത് നമ്മൾ D അടയാളപ്പെടുത്തി. റെഡി. ഇനി നമ്മൾ നോക്കേണ്ടത് കൊൽക്കത്തയാണ്. എൻ്റെ മക്കൾ കൂടെ പോകണം കേട്ടോ. കൊൽക്കത്ത എവിടെയാണ്? കൊൽക്കത്ത എന്തിൻ്റെ ക്യാപിറ്റലാണ്? വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വെസ്റ്റ് ബംഗാൾ എവിടെയാണ് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. ഇതാ ഈ മൂലയ്ക്ക് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ABCDE ആണ് അല്ലേ. ഈ നമ്മൾ അടയാളപ്പെടുത്തി. റെഡി റെഡി റെഡി. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഹൈദരാബാദ്. ഹൈദരാബാദ് എന്തിൻ്റെ ക്യാപിറ്റലാണ്? ആന്ധ്രാപ്രദേശ്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. AP എന്ന് അടയാളപ്പെടുത്താം കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, AP ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഹൈദരാബാദ്. ഓക്കെ, ഫൈൻ. ABCDEF. ഇനിയാണ് B എന്നുള്ള കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. സാർ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡൽഹി കാണാൻ പറ്റും. എത്ര പേർക്ക് ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ഇപ്പം പോസ്റ്റ് ചെയ്തിട്ട് ഡൽഹി എവിടെയാണെന്ന് തൊട്ട് കാണിക്കാൻ പറ്റും? കാരണം കാണിക്കേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ. യെസ്. സോ എല്ലാവർക്കും കിട്ടിയത് വിചാരിക്കുന്നു. എവിടെയാണെന്നുള്ളത് നമ്മളെ ഡൽഹി എന്ന് പറയുന്ന സാധനം ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഡൽഹി കാണാൻ പറ്റുക. അപ്പോൾ ഇതാ നിങ്ങൾ എഴുതി വെക്കുകയാണ് B. ഓക്കെ, ഡൽഹി തന്നെ സാർ എഴുതി വെക്കാം. ഡൽഹി എവിടെയാണ്? നമ്മളെ ക്യാപിറ്റലാണ് അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡൽഹി എന്ന് പറയുന്ന ആ ഭാഗത്താണ്. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ എന്തെന്ന് പറയുന്നത് മാപ്പ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ വരെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സാർ ഇത് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇടാം കേട്ടോ ഈ നോട്ട് എന്നുള്ളത്. അപ്പം നമുക്ക് 2 എക്സ്ട്രാ മാപ്പും കൂടെ സാർ ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് സ്വന്തം ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സാർ എക്സ്ട്രാ 2 മാപ്പും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ നോട്ട് കിട്ടുവാണെങ്കിൽ ഈ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാവും. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാപ്പ് റെഡി ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ മാക്സിമം PVQ ഒക്കെ സാർ അനലൈസ് ചെയ്തപ്പോൾ മാക്സിമം ഇത്ര ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിൽ കൂടുതൽ വരില്ല എന്നുള്ളത് സാറിന് ഉറപ്പാണ്. എന്നാലും നിങ്ങളിത് പഠിച്ചു എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക? യെസ് സാർ, നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്കിത് മാപ്പ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം? ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും മാപ്പ് ബേസിൽ നിന്ന് 4 മാർക്കും 3 മാർക്കും ഇനി നഷ്ടപ്പെടാനോ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പറയാം. സാറിനത് സന്തോഷം. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇത് മാപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഒരുപാട് വർക്ക് ഉണ്ട് ഇതിന് പിന്നിൽ. കുറേ PVQയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് മാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കത് മാക്സിമം രീതിയിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും സാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കുക. അത്രയും മാത്രമേ സാറിന് വേണ്ടു. നിങ്ങൾ മാപ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ മിസ്സായി എന്നുള്ളത് ഇനിയിപ്പോൾ ഇത് SSLC കുട്ടികളാണ് കാണുന്നതെങ്കിൽ നിങ്ങളും പറയാൻ പാടില്ല. CBSE മക്കളാണെങ്കിൽ നിങ്ങളും പറയാൻ പാടില്ല. മാപ്പ് എന്നൊരു കാര്യം പോലും നിങ്ങൾക്ക് ഇനി തെറ്റാൻ പാടില്ല കേട്ടോ. ഓക്കെ, റെഡി. കുറേ പേരുടെ ആഗ്രഹമായിരുന്നു മാപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായുള്ള കാര്യമാണ്. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. മാപ്പൊന്നും നിങ്ങൾക്ക് ഇനി പുഷ്പം പോലെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഹാപ്പി ലേണിംഗ് പറയുക താഴെ. ഓക്കെ, ബൈ ബൈ.